നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS താക്കോൽദാനം നിർവഹിച്ചു. INDC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AICC മെമ്പർ അഡ്വക്കേറ്റ് EM അഗസ്ത്യ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സഹകരണത്തോടെ 15-ാം തീയതി മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റ് ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം പഞ്ചായത്തിൽ മുന്നൊരുക്കം തുടങ്ങി. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS താക്കോൽദാനം നിർവഹിച്ചു. സ്നേഹവീട് നിർമ്മാണത്തിൽ പങ്കാളിയായ 30 സുമനസ്സുകളെ ചടങ്ങിൽ ആദരിച്ചു. കരുതലും കൈത്താങ്ങുമാകുക സ്കൂളും ഏതാനും നല്ല മനസ്സുകളും കൈകോർത്തപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നമാണ്. കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS നിർവഹിച്ചു. സ്നേഹവീട് നിർമ്മാണത്തിൽ പങ്കാളികളായ 30 സുമനസ്സുകളെ ചടങ്ങിൽ ആദരിച്ചു. കരുതലും കൈത്താങ്ങുമാകാൻ സ്കൂളും ഏതാനും നല്ല മനസ്സുകളും കൈകോർത്തപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത് അടച്ചുറപ്പുള്ള വീടെന്ന ഒരുവന്റെ സ്വപ്നമാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്നേഹവീടിന്റെ താക്കോൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS കുടുംബത്തിന് കൈമാറി. ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എത്തിക്കുകയാണ്. ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന സ്പോൺസേഴ്സ് ആണ് ഇവിടെ ഫ്രണ്ടിലുള്ളത്. നിങ്ങൾക്കും ഒരു ബിഗ് താങ്ക്സ്. ബിക്കോസ് ഇതുപോലെ ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സ്വന്തം എഫേർട്ട് കൊണ്ടോ സ്വന്തം ഫാമിലിയുടെ എഫേർട്സ് കൊണ്ട് മാത്രമല്ല. നമുക്ക് അറിയാത്ത ഒത്തിരി ആൾക്കാർ നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സെഞ്ച്വറീസോളം ചെയ്തിട്ടുണ്ട്. സോ അതിനെല്ലാം നമ്മളൊരു നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം നമുക്ക് മുന്നേ നടന്നവരുടെ കരുതലാണെന്നും വിദ്യാർത്ഥികൾ മുൻകൈയെടുത്താൽ സ്നേഹവീട് പോലെ ഒരു സ്നേഹലോകം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് കളക്ടർ ഓർമ്മിപ്പിച്ചു. സ്നേഹവീടിന്റെ നിർമ്മാണത്തിൽ സഹായം നൽകിയ 30 വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാജൻ മാത്യു സ്വാഗതം പറഞ്ഞു. ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. സെന്റ് ജോർജ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ലിൻഡോ G, വാർഡ് മെമ്പർ മോളി ബിജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സീനിയർ അസിസ്റ്റന്റ് വിവിഷ് V റോൾഡന്റ് ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. INDC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. INDC തൊടുപുഴ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ധർണയുടെ ഉദ്ഘാടനം AICC മെമ്പർ അഡ്വക്കേറ്റ് EM അഗസ്ത്യ നിർവഹിച്ചു.
ജീവനും സ്വത്തും കവരുമ്പോൾ കണ്ണം പൊട്ടി നോക്കിയിരിക്കും കണ്ണം പൊട്ടി നോക്കിയിരിക്കാൻ കണ്ണം പൊട്ടി നോക്കിയിരിക്കും കണ്ണം പൊട്ടി നോക്കിയിരിക്കാൻ വനപാലകരെ സർക്കാരെ വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം കൊണ്ട് മുളരിങ്ങാട് മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം രാത്രികാലങ്ങളിൽ ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചും കാവലിരിക്കുകയാണ്. സാധാരണ കൃഷിക്കാർക്കും കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുമാണ് ഇവിടെ. എന്നിട്ടും അക്രമകാരികളായ വന്യജീവികളെ വനത്തിലേക്ക് കയറ്റാൻ ഫോറസ്റ്റ് അധികാരികൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും വനമന്ത്രിയുടെയും ഫോറസ്റ്റിന്റെയും നിഷേധാത്മക നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുളരിങ്ങാട് പള്ളിക്കവലിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് INTUC തൊടുപുഴ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച ധർണാ സമരം AICC മെമ്പർ അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യന്റെ ജീവന സംരക്ഷണങ്ങളുടെ ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കാണ്. ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജീവന സംരക്ഷണം നൽകിയെന്നുള്ളതാണ്. അത് നൽകുന്നതിൽ കേരളത്തിലെ ഗവൺമെന്റ് പരാജയപ്പെട്ടു. അതുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത്. ഇന്ന് ഈ യോഗത്തിലേക്ക് വരണമോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. ഇന്നലെ വൈകുന്നേരവും വരാമെന്ന് പറഞ്ഞതാണ്. കാരണം തിരുവനന്തപുരത്ത് ഞാൻ MLA ആയിരുന്ന തിരുവനന്തപുരത്ത് യോഗത്തിലെ തിരുവനന്തപുരത്ത് മതമ്പായ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ജോലി കഴിഞ്ഞ് വീടിനെടുത്ത തോട്ടിലേക്ക് കുളിക്കാൻ പോയ ആ വീട്ടമ്മ മടക്കി വരാൻ താമസിച്ചപ്പോഴെന്ന് മകൻ അന്വേഷിച്ചു പോയപ്പോൾ മൃതപ്രായമായി കിടക്കുന്ന ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു കിടക്കുന്ന അമ്മയാണ് കാണുന്നത്. ഇന്ന് രാവിലെ നിങ്ങൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും, വയനാട്ടിൽ ഒരാളുടെ ഇന്ന് രാവിലെ ആന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ തണ്ണിത്തോട്ടിൽ നിങ്ങൾ കണ്ടു, ഒരാളുടെ ആന ചവിട്ടിക്കൊന്നു. രണ്ട് ആനക്കുളാണ് വന്നത്. ആനയെ തുരുത്തുന്നതിൽ മറഞ്ഞു നിന്ന ഒരാന തുരുത്താൻ കൂടുന്ന ആനയെ ഓടിക്കാൻ പോയി നിന്ന ആന തുമ്പിക്കാൻ കൊണ്ട് എടുത്തടിച്ചു. ഇത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ഇത്തരം ദുരന്തങ്ങൾ ഈ കേരള സംസ്ഥാനത്തുണ്ടായിട്ടും കേരളത്തിലെ ഗവൺമെന്റ് എന്തുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നത് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ധർണയിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ DCC പ്രസിഡന്റ് റോയ് K പൗലസ്, തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രവി KK, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, കോൺഗ്രസ് മുളരിങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജിജോ ജോസഫ്, കോൺഗ്രസ് വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് PU ഷാഹുൽ ഹമീദ്, UDF കൺവീനർ ബേബി വട്ടക്കുന്നേൽ, INTUC യുവജന വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകാന്ത് സിദ്ധാർത്ഥൻ, INTUC ജില്ലാ സെക്രട്ടറിമാരായ ജോർജ് താനിക്കൽ, ജാഫർ ഖാൻ മുഹമ്മദ്, KP റോയി, PL ജോസ്, VD ജോസ്, ജോസ് തൊട്ടിയിൽ, INTUC വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ബിന്ദു ദിനേശൻ, യൂത്ത് കോൺഗ്രസ് മുളരിങ്ങാട് മണ്ഡലം പ്രസിഡന്റ് അലൻ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സഹകരണത്തോടെ 15-ാം തീയതി പ്രയുക്തി 2025 മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ അവരുടെ അഭിരുചിക്കും വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ അവസരമൊരുക്കിക്കൊണ്ട് ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സഹകരണത്തോടെ 15-ാം തീയതി പ്രയുക്തി 2025 മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സബീന ബിഞ്ചു ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. സെയിൽസ്, മാർക്കറ്റിംഗ്, ആരോഗ്യം, ഓട്ടോമൊബൈൽ, ബാങ്കിംഗ് തുടങ്ങിയ വിവിധ മേഖലകളിലായി 35ഓളം ഉദ്യോഗദായകർ പങ്കെടുക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. ഇത് നമ്മൾ തൊഴിൽ മേഖല എന്ന് പറയുന്നത് അറിയാമല്ലോ. ഗവൺമെന്റ് സെക്ടറിലേക്ക് ജോലി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റാൻഡേർഡ് കമ്പനികളെ നമ്മളെടുത്ത് ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ രീതി അനുസരിച്ച്, അതായത് വലിയ MRFO, ഇൻഫോസിസ് അടങ്ങുന്ന വലിയ കമ്പനികളെ വിളിച്ചുകൊണ്ട് റീജിയണൽ ആയിട്ടുള്ള തൊഴിൽ മേഖല നമ്മൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ ജില്ലയുടെ പ്രത്യേകത അനുസരിച്ച് അവിടെ തന്നെ ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിൽ പോകാമെന്നുള്ള ഒരു കൾച്ചർ നമുക്കുള്ളത് കൊണ്ട് ഈ തൊഴിൽ മേഖലകൾക്ക് നമുക്ക് ചെറിയ കമ്പനികളെ മാത്രം, ഇപ്പോൾ ഹോസ്പിറ്റലുകൾ, തൊട്ടടുത്തുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ, പടിമാലിക്കാണ് ഈസ്റ്റേൺ പോലുള്ള കമ്പനികൾ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ നമുക്ക് റിലയബിൾ ആണ്, അതൊരു റെപ്യൂട്ടഡ് കമ്പനിയുമാണ്. അത്തരം കമ്പനികളുടെ നമ്മൾ നേരിട്ട് അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അവരോട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ജോബ് റിക്വയർമെന്റ് എന്താണെന്ന് അവരോട് സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കുട്ടികൾക്ക് നമുക്ക് അറിവ് കൊടുത്തിട്ട് കുട്ടികളോട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞുകൊണ്ടാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂവിൽ വരുന്ന കുട്ടികൾ റിക്വയർമെന്റ് ആ കമ്പനി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പ്രിപ്പയർ ആയാണ് വരുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VB രാജേഷ്, CJ എലിസബത്ത്, നഹാസ്, പ്രജീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന ബജറ്റ് ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് KPSTS സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു.
ജീവനക്കാർക്ക് കിട്ടാനുള്ള ശമ്പളവും ലീവ് സറണ്ടറുമെല്ലാം അടുത്ത സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന ബജറ്റിനെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് VK ആറ്റ്ലി അധ്യക്ഷത വഹിച്ചു. ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകവും ജീവനക്കാരോടുള്ള വെല്ലുവിളിയുമാണെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ബജറ്റിനെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റായിട്ടും ജീവനക്കാർക്ക് ആനുകൂല്യം നൽകാൻ തുക വകയിരുത്തിയിട്ടില്ല. അടുത്ത വർഷം തിരഞ്ഞെടുപ്പായതിനാൽ വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് കിട്ടാനുള്ള ശമ്പള പരിഷ്കരണവും ലീവ് സറണ്ടറുമെല്ലാം അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നത്. ജീവനക്കാരെ വഞ്ചിച്ച കറുത്ത ബജറ്റിനെതിരെ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 19% DA കുടിശ്ശിക ഉള്ളപ്പോൾ അതിൽ 1-2 ഗഡുക്കൾ മാത്രം ഈ വർഷം നമുക്ക് നൽകുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ബഡ്ജറ്റിലുള്ളത്. ബാക്കി മുഴുവൻ കിടക്കുകയാണ്. ഓരോ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളവും അവന് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ 1/5 ഭാഗം വരുന്ന തുക ഈ DA കുടിശ്ശികയിലൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഓരോ അവകാശങ്ങളും നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷമായിട്ട് ലീവ് സറണ്ടർ ജീവനക്കാർക്ക് അനുവദിച്ചിട്ടില്ല. 5 മാസത്തിലധികം ശമ്പളത്തിന് തുല്യമായ തുക ഓരോ ജീവനക്കാരനും അതുവഴി നഷ്ടമായിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് മുന്നിൽ സംജാതമായിരിക്കുന്നത്. നമ്മുടെ ജീവനക്കാരെ, അധ്യാപകരെ തീർത്തും അവഗണിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണിതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ബഡ്ജറ്റിലൂടെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് ദിവസവേതനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് സ്ഥിര നിയമനം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ എയ്ഡഡ് വിദ്യാലയങ്ങളെ അധ്യാപകരെ പൂർണ്ണമായും വഞ്ചിച്ചിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് VK ആറ്റ്ലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബിജോയ് മാത്യു, ജോർജ് ജേക്കബ്, ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ, ട്രഷറർ ജോസ് K സെബാസ്റ്റ്യൻ, സുനിൽ T തോമസ്, ഷിൻഡോ ജോർജ്, സിനി ട്രീസ, രാജിമോൻ ഗോവിന്ദ്, CBK ജോർജ്, ലിജോമോൻ ജോർജ്, ജിബിൻ ജോസഫ്, ജെയിംസ് സെബാസ്റ്റ്യൻ, ദീപു ജോസ്, ഷാജി മാത്യു, ജിനു ജെയിംസ്, ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം പഞ്ചായത്തിൽ മുന്നൊരുക്കം തുടങ്ങി. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. KM നീളാർ അധ്യക്ഷത വഹിച്ചു. അസ്ലീം ചേമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം പഞ്ചായത്തിൽ മുന്നൊരുക്കം തുടങ്ങി. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം പഞ്ചായത്തിനെ രൂപപ്പെടുത്തിയതു മുതൽ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തിയതുവരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും മുസ്ലിം ലീഗിന്റെ കയ്യൊപ്പല്ലാതെ മറ്റൊന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 1927 ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ 323 പ്രധാനപ്പെട്ട പ്രൈം ഭൂമിയിലുള്ള ചർച്ചുകള്, സ്ഥാപനങ്ങളൊക്കെ ചർച്ച് ഓഫ് ഇന്ത്യക്ക് കൈമാറിയ നിയമമാണ് 1927 ഇന്ത്യൻ ചർച്ച്. ആ ഇന്ത്യൻ ചർച്ച് ആക്ട് അബോളിഷ് ചെയ്യണമെന്ന സമരം കർണാടകയിലെ ഹിന്ദു ജാഗ്രൻ വേദിക എന്ന സംഘ്പരിവാർ ഓർഗനൈസേഷൻസിന്റെ 3ാമത്തെ ഓർഗനൈസേഷന്റെ പ്രസിഡന്റായ ഡോക്ടർ BJ പ്രസാദിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങി. പാർലമെന്റിൽ വരും. 1927 ആക്ടിൽ ഒറ്റ വാക്യമുള്ളൂ. ചർച്ച് കുടുംബസംഗമം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമായി പ്രവർത്തകർ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുന്നു. ചില സമയങ്ങളിൽ അത് ഉണ്ടാവാറുണ്ട്. എന്നാൽ വളരെ പെട്ടെന്ന് നൈമിഷികമായ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരുമ അല്ലെങ്കിൽ കൂട്ടായ്മ അകന്നു പോകുന്ന ഒരു പ്രവണത നമുക്ക് ഈ പഞ്ചായത്തിൽ കാണാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്പിരിറ്റ്, അത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം ഒരുമിച്ച് നിൽക്കുന്ന ആ വികാരത്തെ, ആ ഒരു കൂട്ടായ്മയെ പൊളിച്ചു കളയുന്നതിന് വേണ്ടി നിങ്ങളാരും ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അടിവരായിട്ട് ഒരിക്കൽ കൂടി പറയുവാനുള്ളത്. എനിക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാനില്ല. നമുക്ക് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം. നിങ്ങളുടെ ഒപ്പം ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. KM നീളാർ അധ്യക്ഷനായിരുന്നു. അസീം ചേമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം കവല, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ കരീം പാടത്തിക്കര, സുബൈർ ഓണംപള്ളി, നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, ജനറൽ സെക്രട്ടറി KM കുഞ്ഞുബാവ, ട്രഷറർ PMA കരീം, ഭാരവാഹികളായ നാസർ അൻവരി, ജമാൽ കുമ്പശ്ശേരി, CV സൈനുദ്ദീൻ, CM മീരാൻ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി അലി അൾട്ടിമ,
MSF ജില്ലാ പ്രസിഡന്റ് റമീസ് മുദ്രക്കാല, ജലീൽ പുല്ലാരി, അഡ്വക്കേറ്റ് MM അൻസാർ, അൻസാരി കുന്നേക്കുടി, അബൂബക്കർ ഈട്ടിപ്പാറ, നേതാക്കളായ NM ഷംസുദ്ദീൻ, EN ഈസാർ, KM അലിയാർ, ഇബ്രാഹിം പഴമ്പള്ളി, റഷീദ് പെരുമഞ്ചാലിൽ, ബാവ മുറിയോടി, അലി ചുള്ളിയിൽ, ജാഫർ പോണോക്കുടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KM മെയ്ദീൻ, അബൂബക്കർ മാങ്കുളം, ഷാജിമോൾ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. മക്കാർ കുറിഞ്ഞിക്കാട്ട് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാളിയാർ ടെക്നിക്കൽ ഹൈസ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാളിയാർ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ 42ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ VN ശശിധരൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മനാഫ് K റിപ്പോർട്ട് അവതരണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് അലി K അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. PTA വൈസ് പ്രസിഡന്റ് ജോസഫ് AJ, ഫോർമാൻ ജോൺസൺ ജോർജ്, ഹെഡ് ക്ലാർക്ക് ഷൈനി PP, റെജി മാത്യു, ബിജി ജോർജ്, ആദിൽ K ഫൈസൽ എന്നിവർ ആശംസയും ശ്രീരാജ് KR കൃതജ്ഞതയും അറിയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കൊടുവേലി ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ 68ാമത് സ്കൂൾ വാർഷിക ദിനാഘോഷവും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും ഫെബ്രുവരി 13 വ്യാഴാഴ്ച 5:30 മുതൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സമുചിതമായി നടത്തപ്പെടുമെന്ന് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജൂലി മാണി SABS അറിയിച്ചു. കൊടുവേലി ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ 68ാമത് സ്കൂൾ വാർഷിക ദിനാഘോഷവും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും ഫെബ്രുവരി 13 വ്യാഴാഴ്ച 5:30 മുതൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് സമുചിതമായി നടത്തപ്പെടുമെന്ന് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജൂലി മാണി SABS അറിയിച്ചു. കൊടുവേലി ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിന്റെ 68ാമത് സ്കൂൾ ദിനാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സമുചിതമായി ഫെബ്രുവരി 13 തീയതി 5:30 ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ഏവരെയും ഏറെ ഹൃദ്യമായി ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ സാജൻ മാത്യു ഉദ്ഘാടനം നിർവഹിക്കും. സ്കൂൾ മാനേജർ സിസ്റ്റർ മെർലി തെങ്ങുംപള്ളി SABS അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഫാദർ ജോൺ തലച്ചിറ CMI മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാഭ്യാസ കൌൺസിലർ സിസ്റ്റർ അനിറ്റ് കൊച്ചുപുരയ്ക്കൽ SABS എൻഡോമെന്റ് വിതരണം നടത്തും. വാർഡ് മെമ്പർ ഷൈനി ബെന്നി, PTA പ്രസിഡന്റ് KK പ്രസാദ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തപ്പെടും. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വെള്ളിയാമറ്റം പഞ്ചായത്തിൽ 1ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കൊന്താലവള്ളി അംഗനവാടിയിലേക്കുള്ള കുടിവെള്ളം കട്ട് ചെയ്ത് മീറ്റർ മാറ്റിവെച്ച് വാട്ടർ അതോറിറ്റിയുടെ ക്രൂരത. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് അംഗൻവാടിയുടെ കുടിവെള്ളം കട്ട് ചെയ്ത് മീറ്റർ മാറ്റിവെച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി അംഗൻവാടിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി. എത്രയും വേഗം കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കളഞ്ഞു കിട്ടിയ സ്വർണ്ണമോതിരം തിരികെ നൽകി യുവാവ് മാതൃകയായി. കഴിഞ്ഞ ദിവസം മുട്ടൻ ടൗണിൽ വെച്ച് മേലുകാവ് കോലാനി സ്വദേശിയായ പുളിയന്മാക്കൽ അഭിലാഷ് ഐസക്കിന്റെ 4 ഗ്രാമുള്ള വിവാഹമോതിരം നഷ്ടപ്പെട്ടിരുന്നു. ഇത് മുട്ടൻ ടൗണിലെ ആകാശ് DTH ആൻഡ് ഇലക്ട്രോണിക്സ് സ്ഥാപന ഉടമ VN ശ്യാംജീവിത്തിന് ലഭിക്കുകയായിരുന്നു. തുടർന്ന് സ്വർണം മുട്ടം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരികെ കൈമാറി. ആനക്കയം കോളപ്ര റോഡിന് ഇരുവശത്തും അപകടകരമായ വിധം ഇല്ലിക്കൂട്ടങ്ങൾ വളർന്നു നിൽക്കുന്നതിനെക്കുറിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IASന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും തെക്കുംഭാഗം ബാങ്ക് പ്രസിഡന്റും കൂടിയായ ടോമി തോമസ് കാവാലം ടൂറിസം വികസനത്തിന്റെ ഭാഗമായി നടത്തപ്പെടേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് കളക്ടറോട് വിശദീകരിച്ചു. റോബി സിറിയക് പഴയടത്ത്, ജോഷി മൈമൂൺസ്, ഡിയോൺ തോമസ് മുണ്ടിയാങ്കൽ, രാജൂസ് കറിയ, വള്ളോപ്പള്ളി തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. വിവാഹ വാർത്ത. സംസ്ഥാന ആരോഗ്യ വികസന സമിതി ചെയർമാൻ കഞ്ഞിക്കുഴി കുന്നൽ ടോമി T തീവള്ളിയുടെയും LCയുടെയും മകൾ അഞ്ജുവും പാലാ മേവട കുന്നത്ത് തോമസ് കുട്ടിയുടെയും മേഴ്സിയുടെയും മകൻ ടോണിയും വിവാഹിതരായി. ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, കേരള സർക്കാർ ചീഫ് വെപ്പ് M ജയരാജ്,
ട്രാക്കോ കേബിൾ ലിമിറ്റഡ് ചെയർമാൻ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, കാർഷിക കടാശ്വാസ സമിതി അംഗം ജോസ് പാലത്തിനാൽ, പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൽ, BBC ന്യൂസ് ചാനൽ ചെയർമാൻ സാബു നെയ്ശ്ശേരി, മുൻ PSC മെമ്പർ ലോനപ്പൻ മാത്യു, ജല അതോറിറ്റി ഗവേണിംഗ് മെമ്പർമാരായ ഷിജോ തടത്തിൽ, ജോസുകുട്ടി പൂവേലിൽ, ദീപിക ഇടുക്കി ജില്ലാ ബ്യൂറോ ചീഫ് ജെയ്സ് വാട്ടപ്പള്ളി, മംഗളം ഇടുക്കി ജില്ലാ ബ്യൂറോ ചീഫ് വിനോദ് കണ്ണോളിൽ, മംഗളം സർക്കുലേഷൻ മാനേജർ PD ജോൺസൺ എന്നിവർ പങ്കെടുത്തു. ഫാദർ ഷിൻഡോ കന്നുകെട്ടിൽ, ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ, ഫാദർ എബ്രാഹാം തലവയലിൽ വിവാഹം ആശീർവദിച്ചു. കരിമണ്ണൂർ കുന്നപ്പള്ളിയിൽ പരേതരായ പൗലോസ് അന്നക്കുട്ടി ദമ്പതികളുടെ മകൾ സിസ്റ്റർ ഒട്ടാവിയ UMI നിര്യാതയായി. സംസ്കാര ശുശ്രൂഷകൾ വ്യാഴാഴ്ച കണ്ണൂർ ഊർസുലൈൻ സന്യാസിനി സഭയുടെ ആസ്ഥാനത്ത് നടക്കും. സഹോദരങ്ങൾ ഫിലോമിന അഗസ്റ്റിൻ ചെമ്പരത്തിക്കൽ, ലൂസി എബ്രഹാം ചുവപ്പുങ്കൽ, ടെസി ജോർജ് പ്രായിക്കുളം, റീത്തമ്മ ഹാൻസ്, ജോസഫ് കെ പോൾ, പരേതനായ മാത്യു കെ പോൾ, ജോൺസൺ കെ പോൾ, സാജു കെ പോൾ, റീജ മാത്യു കളത്തൂർ, ലോട്ടസ് റെജി ആനിത്തോട്ടത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. ഇടുക്കി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി IAS താക്കോൽദാനം നിർവഹിച്ചു. INDC തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AICC മെമ്പർ അഡ്വക്കേറ്റ് EM അഗസ്റ്റി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സഹകരണത്തോടെ 15-ാം തീയതി മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ബജറ്റ് ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സംഘടനാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം പഞ്ചായത്തിൽ മുന്നൊരുക്കം തുടങ്ങി. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.